ഹലോ ഗായ്സ്, വെൽക്കം ടു നഷ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നീനുവിൻ്റെ എക്സാം ഉച്ചക്ക് വിടും കേട്ടോ. രാവിലെ പോയിട്ട് ഓക്ക് ഉച്ചക്ക് വിടും. അപ്പോൾ ഓൾ വേഗം വന്നിട്ട് ഞാൻ എന്താ ഓക്ക് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഓള് യൂണിഫോം അയച്ച് വെച്ചിട്ട് മേലകാൻ പറഞ്ഞതിന് കിടന്നതാണ്. ഓക്ക് മേലകാൻ നല്ല മടിയാണ്, അതിനാണ് കിടന്നതാണ്. എനിക്ക് പിന്നെ ഉച്ചക്ക് സ്റ്റാർട്ട് ചെയ്ത് ഈവനിങ്ങിലാണ് കഴിയുക. ഈവനിങ്ങിൽ ഞാൻ തറവാട്ടിൽ പോയതാണ്, ഇപ്പോഴാണ് ഞാൻ പോരുന്നത് കേട്ടോ. ഒരു മരിബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പണിയൊക്കെ ഒപ്പിച്ചതാണ് ഗൈസ്. എന്താവും എന്നറിയില്ല. കുറേ വിളിച്ചു വിട്ടോള്. പിന്നെ എനിക്ക് കുറേ ചവിട്ടുന്നുള്ളത് കിട്ടി, കുത്തൊക്കെ കിട്ടി. എനിക്കങ്ങനെ തല ചൊറിഞ്ഞങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൺ ചെയ്ത് പുള്ളിയൊക്കെ വരച്ചു കൊടുത്തു, ഒത്തിരി പുള്ളി വരച്ചു കൊടുത്തു. പിന്നെ മീശയും താടിയും കൺവശി കൂട്ടിപ്പിരികൊക്കെ വരച്ചു കൊടുത്തു കേട്ടോ. ഓൾ എക്സ്പ്രഷൻ എന്താവും എനിക്കറിയില്ല, വേഗം കാര്യം. അതുകൊണ്ടാണ് ഞാൻ വലിയ പണി നോക്കും എടുക്കാറില്ല. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ, നല്ല പ്രാങ്കൊക്കെ കൊടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ നന്നായിട്ട് കരയുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പണിയൊന്നും കൊടുക്കാറില്ല. അപ്പോൾ എനിക്ക് കുറേ നേരം ഇങ്ങനെ കാട്ടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഇത് ലാസ്റ്റ് ഒന്ന് വാ, എനിക്ക് ആ 10 രൂപ തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓൾ എക്സ്പ്രഷനാണ് കാണുന്നത്. ഓൾ നന്നായിട്ട് ചിരിച്ചു. തീരെ ഇങ്ങനത്തെ പ്രശ്നത്തിലൊന്നും വലിയ പ്രശ്നമല്ല. ലാസ്റ്റ് എന്താവും എന്നൊന്നും എനിക്കറിയില്ല ഗൈസ്. അങ്ങനെ ഇതിനൊന്നും പ്രശ്നമല്ല ഗൈസ്. അങ്ങനെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഓക്കെ എന്താ ഓളെ എക്സ്പ്രഷൻ എനിക്കറിയാം. ഓളിങ്ങനെ ഷെൽഫൊക്കെ തോന്നിട്ട് എന്തൊക്കെ കാട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ മനസ്സിലായില്ല കേട്ടോ, പൗഡർ ഇടാനോ എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ മുഖത്തൊക്കെ ഉണ്ടാക്കി. അങ്ങനെ എൻ്റെ മൂക്കൊന്നും വായനൊക്കെ പുക പോലെ ഞാൻ പൗഡർ വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മുഖത്ത് നന്നായിട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പൗഡർ. അപ്പം നിന്നോട് ചിരി കണ്ടിട്ട് എനിക്ക് മാമാട്ടി സുന്ദര മാമാട്ടി എന്നുള്ള പാട്ട് പാടാനാണ് തോന്നിയത്. അങ്ങനെ ഓളെ കിടത്തം കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ചിരി തന്നു കേട്ടോ. അപ്പം എന്തത് എൻ്റെ വായിലൊക്കെ ആകെ ഇതായിട്ടുണ്ട്. അപ്പം ഞാനത് ഫിൽറ്റർ മാറ്റി നോക്കിയതാണ്. ഈ ലിപ്സ്റ്റിക് ഉള്ളതായതുകൊണ്ട് ചെറുതായിട്ട് പാളി പോകണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ തോത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓളെ ഫേസ് കാണിച്ചപ്പോൾ ഓൾക്ക് നന്നായിട്ട് മാടിയിട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഈ പൗഡറിനൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഇപ്പോഴാട്ടെ ഇങ്ങനെ ഒരു ഇത് കാണുന്നത്, ഉള്ളോട്ട് കാണാൻ കഴിഞ്ഞ് ഞാൻ അപ്പോഴാണ് കാണുന്നത് ക്യാമറ നോക്കിയപ്പോൾ. പിന്നെ മേത്ത് ആകെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ള മുഖത്തേക്ക് ആക്കി അതിൻ്റെ മുകളിൽ അപ്പം പിടിച്ച് വലിച്ചെൻ്റെ അടുത്ത് വാങ്ങി. നല്ല ഉറക്കപ്രാന്തിയാണ്. ഉറക്കത്തിൽ നിന്ന് നീച്ചിട്ടാണ് കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വാങ്ങിയിട്ട് അപ്പോൾ തന്നെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി കൊടുത്തു. അങ്ങനെ അടുത്ത് വലിച്ച് വാങ്ങി ലാസ്റ്റ് വീണ്ടും എൻ്റെ മുഖത്തേക്ക് ആക്കി കൊടുത്തു. അപ്പോൾ അവിടെയാണ് മിറർ, ഞാൻ ഷെൽഫ് തുറന്നിരുന്നല്ലോ, അതുകൊണ്ട് ഓക്ക് പൂട്ടാനൊന്നും ആവില്ല, അതുകൊണ്ട് അവിടെ പോയിട്ടിരുന്നതാണ്. അപ്പോൾ മുഖത്തിനോട് കുറേ തട്ടി കളിയുന്നുണ്ട്. ഇനി നിങ്ങൾക്കൊരു സീക്രട്ട് പറഞ്ഞുതരാം കേട്ടോ. അവൾ ഇനി ഈ വീഡിയോ കാണുമ്പോൾ എന്താ അവസ്ഥ എനിക്കറിയില്ല. എനിക്ക് ആ ചിരി കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ചിരി തന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറിയൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിലും പിന്നെ ഒരു പോൺസിൻ്റെതാണ് ഞാൻ വാങ്ങിയതാണ്. ഈ ഒരു വലിയ പൗഡർ ഉമ്മച്ച് വാങ്ങിയതും പിന്നെ പോൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പോൺസ്, അതുകൊണ്ട് ഞാൻ വാങ്ങിയതുമാണ്. അത് രണ്ടെണ്ണമുള്ളത്, അതുകൊണ്ട് ഞാൻ രണ്ടും എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ഓളം മൊത്തത്തിൽ വീണ്ടും ആക്കി. അതിൻ്റെ ഓള് ഭയങ്കര കരച്ചിൽ. എനിക്ക് നന്നായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 10 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണെങ്കിലും പ്രാങ്ക് കൊടുത്തിട്ടുണ്ടോ കമൻറ്റ് ചെയ്യുക ഗൈസ്. നല്ല പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.